ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അസാധാരണമായ വിടുതലിന് കാരണമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന ദൈവിക സ്പർശനം അനുഭവിക്കുന്ന അസാധാരണമായ ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-ാം വാക്യം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പുകാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു, തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത്. അബ്രഹാം ഇസഹാക്കിന് യാഗം കഴിക്കുക മോറിയ മലയിലേക്ക് കടന്നു വരുന്ന ആ ഒരു അനുഭവം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ശക്തമായി ഇടപെടുന്ന കർത്താവിൻ്റെ ദൂത്. അബ്രഹാം വിശ്വസിച്ചു ദൈവത്തിൻ്റെ കരുതലിനെ. അബ്രഹാം എന്ത് കാണുമെന്ന് വിശ്വസിച്ചു, അത് തന്നെ ദൈവം ഒരുക്കുവാൻ ഇടയായിത്തീർന്നു. മോറിയ മലയിലേക്ക് അബ്രഹാം കടന്നു ചെല്ലുമ്പോൾ അബ്രഹാമിൻ്റെ കാൽച്ചോടുകൾ ദൈവ കരുതലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം നിലനിൽക്കുമ്പോഴും അബ്രഹാമിൻ്റെ ചുവടുവെപ്പ് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ വലിയ കരുതലിൻ്റെ അരികിലേക്ക് അബ്രഹാം നടന്നെടുക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതലെ, പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൈവത്തിൻ്റെ ദൂതിത, കർത്താവിൻ്റെ ശബ്ദമിത. ഇന്ന് എന്താണോ വിശ്വസിക്കുന്നത് അത് കർത്താവ് ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇന്ന് ആ വിശ്വാസത്തിൻ്റെ തലങ്ങളല്ല, മറിച്ച് സംശയവും അവിശ്വാസവും അങ്ങനെ ഒരു ഭാരം നിറഞ്ഞ ഒരു സമയത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ ദൂതിത കേട്ടോ, കർത്താവിൻ്റെ ശബ്ദമിത. ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന വിഷയത്തെയാണ് സംശയിക്കുന്നത്. ദൈവം ക്രമീകരിച്ചു വച്ചിരിക്കുന്ന വിഷയത്തിലാണ് അവിശ്വസിക്കുന്നത്. ദൈവം ഒരുക്കിയിട്ടുള്ള വാഗ്ദത്തത്തിലാണ് ഇന്ന് സംശയത്തിൻ്റെ ആ തലത്തിൽ നിലനിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട്, ചില ജീവിതങ്ങളോട് ഇന്ന് ദൂത് വെളിപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശബ്ദം വിശ്വസിക്കട്ടെ, ദൈവത്തിൻ്റെ ആലോചന വിശ്വസിക്കട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, കർത്താവ് പറഞ്ഞതല്ലേ, അതുകൊണ്ട് അത് നിവൃത്തിയാകും. ദൈവം കൽപ്പിച്ചതല്ലേ, അതുകൊണ്ട് അത് കാണുവാനിടയായിത്തീരും. എന്തിനെ സംശയിക്കുന്നു, എന്തിനവിശ്വസിക്കുന്നു? അവിശ്വസിച്ചാലും സംശയിച്ചാലും ദൈവം ഒരുക്കിയത് അത് തക്ക സമയത്ത് വെളിപ്പെടും. പക്ഷേ കർത്താവ് ആ സമയം ആകുമ്പോൾ വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് ഹൃദയം കർത്താവ് മാറ്റും, പരിശുദ്ധാത്മാവ് മാറ്റും. ദൈവത്തിൻ്റെ ദൂതും വചനവും ദർശനവും അതിനും കർത്താവ് ഉപയോഗിക്കും എന്ന് ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന വിഷയത്തിലാണ് ഇത്ര ആകുലത. ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന വിഷയത്തിലാണ് ഇത്ര ഭാരം കൊണ്ട് ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം വിശ്വസിക്കട്ടെ, ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുക്കട്ടെ. കർത്താവ് അങ്ങനെ തന്നെ അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം മോറിയ മലയിൽ കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന ആ ആട്ടുകൊറ്റൻ അത് പിടിപെട്ട് കിടക്കുകയാണ്. അതിന് പോകാൻ കഴിയത്തില്ല, സ്വയമായി പോകാൻ കഴിയത്തില്ല. അതിന് മറ്റ് ജീവികൾക്ക് വന്ന്, വന്യമൃഗങ്ങൾക്ക് വന്ന് അതിനെ കടിച്ച് കീറാൻ കഴിയത്തില്ല, അതിനെ തകർത്തു കളയാൻ കഴിയത്തില്ല. കാരണം ദൈവം ഒരുക്കി വച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ പൈതലേ, ഇതുപോലെ കർത്താവ് കുടുക്കി വച്ചിരിക്കുക. കുടുക്ക് പോലെ ദൈവം ആ കാര്യങ്ങളുടെ മേൽ കർത്താവ് ഒരുക്കി വച്ചിരിക്കുകയാണ്. അതിനെ പൊട്ടിച്ചുകൊണ്ട് പോകുവാൻ
അടക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഇന്ന് കണ്ണുനീരൊഴുക്കുന്ന വിഷയം ദൈവം കൊടുക്കിയിട്ടിരിക്കുക. ഇന്ന് വേദനിക്കുന്ന വിഷയം ദൈവം ഒരുക്കി വച്ചിരിക്കുക. ഭയത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്ന് പുറത്തു കളയുക. പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ദൈവം ഒരുക്കിയതിനെ തകർക്കുക ഒരു ശത്രുവിനും കഴിയത്തില്ല, ഒരു ജീവിതങ്ങൾക്കും കഴിയത്തില്ല, ഒരു വ്യക്തി ജീവിതങ്ങൾക്കും അത് അസാധ്യമാ. ഇന്ന് ദൂതേറ്റെടുക്കട്ടെ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതിയിരിക്കുക. കരുതിയ വിഷയത്തിൽ ഞാൻ ആകുലപ്പെടുന്നു? ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന വിഷയത്തിൽ ഞാൻ എന്തിനു ദുഃഖിക്കുന്നു? ഇന്ന് പരിശുദ്ധാത്മ അപ്രകാരമാണ് ചോദിക്കുന്നത്, അപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ദൈവത്തിൻ്റെ വൈതിലെ വിശ്വാസത്തോടെ ചുവടുവെച്ചോ അന്ന് വാഗ്ദത്തങ്ങളിലേക്കാ നടന്നു കയറുന്നത്. വിശ്വാസത്തോടെ നടക്കുമ്പോൾ വാഗ്ദത്തം സമീപത്തേക്ക് കടന്നു വരികയല്ലേ, വാഗ്ദത്തോട് അടുക്കുവല്ലേ, ദൈവത്തിൻ്റെ കരുതലിനോട് അടുക്കുവല്ലേ. അങ്ങനെ ദൂത് പരിശുദ്ധാത്മ പറയുന്നു, വിശ്വസിക്കട്ടെ, വിശ്വസിക്കട്ടെ, കർത്താവിൻ്റെ ശബ്ദം വിശ്വസിക്കട്ടെ. എൻ്റെ ദൈവം എനിക്കായിട്ട് കരുതിയിട്ടുണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ തലമുറയ്ക്കായി കരുതിയിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മ അങ്ങനെ തന്നെ പറയുന്നു, കരുതിയിട്ടുണ്ട്. വിശ്വാസത്തോടെ ദൂതേറ്റെടുക്കട്ടെ. അത്ഭുതം കാണും, അത്ഭുതം കാണും ജീവിതത്തിൻ്റെ മേഖലയിൽ. കർത്താവ് പ്രവർത്തിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. എല്ലാ നിരാശകളും മാറുക, എല്ലാ ആകുലതകളും മാറുക. കർത്താവ് ഒരുക്കിയ ദൂത് ഇന്ന് ഏറ്റെടുക്കുക. വിശ്വാസത്തോടെ ജീവിക്കുക, പ്രത്യാശയോടെ ജീവിക്കുക, പ്രതീക്ഷയോടെ ജീവിക്കുക. ദൈവമക്കൾ കൃപ കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം വിടുതലായി തീരട്ടെ. കർത്താവ് ഹൃദയങ്ങളെ തൊടണം, ജീവിതങ്ങളെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.